അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു നല്ല സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങയൊന്നും വറുത്തരക്കാതെ ബാച്ചിലർക്കും പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സാമ്പാറിന് ആവശ്യമായ പച്ചക്കറി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 കിലോ സാമ്പാർ സെറ്റ് കിറ്റ് വാങ്ങിച്ചതാണ്. അതിലെല്ലാ സാമ്പാറിന് പറ്റിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. 3/4 കപ്പ് തവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, സാമ്പാർ പരിപ്പ്. നമുക്ക് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് പരിപ്പിട്ടെടുക്കാം. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ചേന, വഴുതിരിങ്ങ, ബീറ്റ്റൂട്ട്, വെള്ളരിക്ക, അവരവാള്, ക്യാരറ്റ്, ബീൻസ്, കോവക്ക, മുരിങ്ങയും വെണ്ടയ്ക്കും പിന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ടാൽ വെന്തലിഞ്ഞു പോകും. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ്. അല്ലെങ്കിൽ പച്ചക്കറിക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പച്ചക്കറിക്കും പരിപ്പിനെല്ലാം അനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുന്നതും ഉപ്പിടുന്നതും എല്ലാം ഒന്ന് നോക്കി ചെയ്താൽ മതി. സ്റ്റൗ ഓൺ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് വെയിറ്റും ഇട്ട് ഒരു വിസിൽ, ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. കുക്കറിൻ്റെ പ്രഷറൊക്കെ തീർന്നിട്ടുണ്ട്. തുറന്നിട്ടിന് മറ്റുള്ള സാധനങ്ങളും ചേർത്ത് കൊടുക്കാം. മുരിങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, വെണ്ടയ്ക്ക ഇട്ടെടുത്ത് മിക്സ് ചെയ്യാം. ഒന്നും കൂടി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്ക് നമുക്ക് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് സാമ്പാർ പൊടി വറുത്തെടുക്കാം. സാമ്പാർ പൊടി വരട്ടിയെടുക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ ഉടനെ ഫ്ലെയിം സ്ലോ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്. കായപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. സാമ്പാർ പൊടിയിൽ തന്നെ കായപ്പൊടിയൊക്കെ മിക്സ് ഉണ്ടാവും. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലായിരിക്കണം ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടി, അല്ല കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ സാമ്പാറിൻ്റെ ടേസ്റ്റേ മാറും. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യുക. സാമ്പാറൊന്ന് ഇളക്കി കൊടുക്കുക. വെണ്ടയ്ക്കയും ഒരു മുരിങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൽ തന്നെ കുറച്ച് സാമ്പാർ എടുത്തിട്ട് വറുത്ത് വെച്ച സാമ്പാർ പൗഡറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അതിൽ നിന്ന് കട്ട കെട്ടാതെ ആക്കാൻ പറ്റും. അങ്ങനെ ഇത് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. സ്റ്റൗ ഉണക്കിയിട്ട് ഒരു വറുത്ത് വയ്ക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. പച്ചക്കറി സാമ്പാറിനെല്ലാം കുറച്ച് നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് കുറച്ചായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില ചേർക്കാം.
ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ സാമ്പാർ ബാച്ചിലർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. എന്താ വെച്ചാൽ തേങ്ങയൊന്നും വറുത്തരക്കാണ്ടല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.